പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? തൃത്താല ചാലിശ്ശേരിയിൽ നടത്തുന്ന ദേശീയ സരസ് മേളയുടെ പ്രധാന പന്തൽ നിർമ്മാണം തുടങ്ങി. 1 ലക്ഷത്തോളം ചതുരശ്ര അടിയുള്ള പവലിയനാണ് ഒരുക്കുന്നത്. മന്ത്രി MP രാജേഷ് കാൽനാട്ടൽ നിർവഹിച്ചു. തൃത്താല ചാലിശ്ശേരിയിൽ കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയുടെ പ്രധാന പന്തലിന്റെ കാൽനാട്ടൽ കർമ്മമാണ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചത്. 1 ലക്ഷത്തോളം ചതുരശ്ര അടിയുള്ള പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത പവലിയനാണ് സരസ് മേളയ്ക്കായി തയ്യാറാക്കുന്നത്. പ്രധാന വേദിയും 350 ഉൽപ്പന്ന വിപണന സ്റ്റാളും 30 ഫുഡ് സ്റ്റാളുകളും ഇതിലുണ്ടാകും. ചാലിശ്ശേരി മുലയമ്പറമ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച പന്തൽ കാൽനാട്ടൽ ചടങ്ങിൽ മുൻ MLA TP കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, CDS ചെയർപേഴ്സൺ ലത സുഗുണൻ, പബ്ലിസിറ്റി കൺവീനർ P സൈതലവി, CDS ചെയർപേഴ്സൺമാർ, വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ, അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സംരംഭകരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും തനത് ഭക്ഷണ വിഭവങ്ങളും ലഭ്യമാക്കുന്ന മേളയിൽ എല്ലാ ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും. മേളയുടെ പ്രവേശനം സൗജന്യമാണ്. 2026 ജനുവരി 2 മുതൽ 11 വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 2-ന് വൻ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള വിളംബര യാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനുവരി 2-ന് വൈകിട്ട് 5:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സരസ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക. സമാപന സമ്മേളനം ജനുവരി 11-ന് വൈകുന്നേരം 6 മണിക്ക് മന്ത്രി K ബാലഗോപാലും നിർവഹിക്കും. 10ാമത്തെ ദിവസം സരസ് മേളയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ഘോഷയാത്ര വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഇനി മുതൽ ഏർപ്പെടണം. നമ്മൾ വീട് കയറി കണക്കത്തും പ്രോഗ്രാം നോട്ടീസും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വീടും ഒഴിവാക്കരുത്. എല്ലാ വീട്ടിലും കുടുംബശ്രീയുടെ അയൽക്കൂട്ട അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇത് കൊടുക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ